അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് ഇന്നിപ്പം സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന നമ്മളിപ്പോൾ ഒരു സെൻസസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 10-25 കുടുംബം നോക്കിക്കഴിഞ്ഞാൽ ഒരു 1-2 ആൾക്കാർക്കെങ്കിലും എന്തായാലും ഒരു ക്യാൻസർ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു രീതിയിൽ അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ നാച്ചുറോപ്പതിയിലൂടെ അതിനെ റെസിസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സുഖപ്പെടുന്ന ഒരവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ക്യാൻസറിന് ചികിത്സ ചെയ്യാറുണ്ട് ഞങ്ങൾ. ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോഴും അതിന്റെ യഥാർത്ഥ കാരണം അവ്യക്തമാണ്, കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? പല കാരണങ്ങൾ പറയുന്നുണ്ട്, അതിലൊക്കെ ഒരു പങ്ക് ആ കാരണങ്ങൾക്ക് ഉണ്ടാകാം. എങ്കിലും അവർ അസന്നിഗ്ധമായിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ക്യാൻസറിന് വിവിധ സ്റ്റേജുകളുണ്ട്. ഇപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഇന്നത്തെ ഈ ജീവിത രീതിയാണ്. ഒന്നാമത് നമ്മുടെ ശ്വസിക്കുന്ന വായു ശുദ്ധമല്ല, കുടിക്കുന്ന വെള്ളം ശുദ്ധമല്ല, നമുക്കിന്ന് വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം കടകളിൽ നിന്ന് വാങ്ങുന്നത് ഒന്നും ശുദ്ധമല്ല, പാല് പോലും ശുദ്ധമല്ല, ഒന്നും ശുദ്ധമല്ല, യാതൊന്നും ശുദ്ധമല്ല. ഫുഡ് കോർപ്പറേഷനിൽ നീലേശ്വരത്തെ ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിൽ ചാക്ക് തലയിൽ വെച്ച് കടത്തിയ തൊഴിലാളികൾ ബോധം കെട്ട് വീണു. ഒരു തവണ പത്രവാർത്ത ഉണ്ടായിരുന്നു. ചാക്കിന് മുകളിൽ തെളിച്ച് വിഷമരുന്നുണ്ട്, അത് ശ്വസിച്ചിട്ടാണ് ഇവരെ ബോധം കെട്ട് വീണത്. അപ്പൊ ആ അരിയാണ് നമ്മൾ റേഷൻ കിടന്ന് മേടിക്കുന്നത്. വളരെ ആർത്തിയോടെ 6 നേരം വെച്ച് കഴിക്കുന്ന ഈ ഏരിയയാണ്. അതുകൊണ്ട് ഇത് അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെ അല്ല, നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ക്യാൻസറിന്റെ ഘടകങ്ങൾ ചുറ്റുമുണ്ട്. ക്യാൻസർ പക്ഷേ ഒരു സ്റ്റേജ് 1, സ്റ്റേജ് 2 ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിലാണെങ്കിൽ പ്രതിരോധ ഫലപ്രദമായിട്ട് മാറ്റാൻ കഴിയുന്നുണ്ട്. സ്റ്റേജ് 3, സ്റ്റേജ് 4 അതൊരു വിനാശാത്മക രോഗമായി. 3 എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഡീജനറേറ്റീവ് സ്റ്റേജ് എന്ന് അതിന് പറയാം. അത് പിന്നെ നീട്ടിക്കൊണ്ടുപോകാനോ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറക്കാനോ ഒക്കെ സാധിക്കുള്ളൂ. അതിപ്പോ എല്ലാ ചികിത്സാ രീതിയിലും അത്രേ സാധിക്കുള്ളൂ. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേജ് 1, സ്റ്റേജ് 2 മാറുന്നുണ്ട്. ഞങ്ങളുടെ ചികിത്സയിൽ ശ്വാസകോശർബുദം മാറിയ ഒരു അപ്പുകുട്ടൻ നായർ എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങളുടെ സ്മരണയിലുണ്ടത്. അത് ഇന്നും അരോഗ ദൃഢഗാത്രനായി ജീവിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എടുത്തോ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ കേസാണ്. അയാൾ ഇന്നും അരോഗ ദൃഢഗാത്രനായി ജീവിക്കുന്ന നമ്മുടെ സ്മരണയിൽ അയാളുടെ ചിത്രമുണ്ട്. എന്തായാലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 10-42 വർഷങ്ങൾ കൊണ്ട്. അപ്പൊ സാറിന് ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സാറിന് എന്തൊക്കെ വെല്ലുവിളികളെയാണ് തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ആദ്യകാലത്ത് 84-ലാണ് ഞങ്ങൾ തുടങ്ങിയത്. 84-ൽ തുടങ്ങിയ കാലത്ത് ആളുകൾക്ക് വലിയ പരിഹാസമായിരുന്നു ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. പട്ടിണി കിടന്ന ചികിത്സയാണ്, മണ്ണിൽ കുഴിച്ചിടുന്ന ചികിത്സയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സിനിമയിലെ ഒരു ജഗതിയുടെ ഒരു റോൾ അതൊക്കെ കൂടെ ഉണ്ടാവും അങ്ങനെയൊക്കെ. അതെ. അപ്പോൾ പക്ഷെ ജസ്റ്റിസ് നരേന്ദ്രൻ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരികയും ഒക്ടോബർ 2 ജസ്റ്റിസ് നരേന്ദ്രൻ കരിമ്പത്ത് അവിടെ ആയിരുന്നല്ലോ ആദ്യം വീട് എടുത്തിട്ട് അവിടെ തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഹൈക്കോടതി ജഡ്ജാണ്. അപ്പൊ ജില്ലാ ജഡ്ജി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ട് സദസ്സിലിരുന്നു. കലിപ്പറമ്പിലുള്ള മുൻസിഫ്, മജിസ്ട്രേറ്റ്, പയ്യന്നൂരുള്ള സബ് ജഡ്ജി എല്ലാം വന്നിട്ട് സദസ്സിലിരുന്നു. ടോപ്പ് ഒഫീഷ്യൽസ്. അതെ, ഇവരെല്ലാം വന്നപ്പോ സ്ഥലത്തെ പ്രധാന വക്കീലന്മാരെല്ലാം, ജഡ്ജിമാരൊക്കെ വന്നിരിക്കുകയല്ലേ. അപ്പൊ വക്കീലന്മാരുടെ ഒരു വലിയ നിര തന്നെ ഇവരെ കാണാനും സൂചിപ്പിക്കാനും ഒക്കെ ആയിട്ട് അവരും വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു സദസ്സ്. നമ്മുടെ സാധാരണ ജനങ്ങൾ വന്നിട്ടുണ്ട്. അതിന് പുറമെ ഇവര് കുറെ VIP ഇങ്ങനെ അതിഥികളായിട്ട് വന്നപ്പോൾ സദസ്സിനോട് ഗൗരവം വന്നു. പോലീസ് എസ്കോർട്ടോട് കൂടിയിട്ട് ജസ്റ്റിസിന്റെ അതിനും വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. ADM നാരായണൻ നായരാണ് അധ്യക്ഷം വഹിച്ചത്. സദസ്സ് ആകപ്പാടെ ഒരു സ്റ്റാൻഡേർഡുള്ള സദസ്സായതുകൊണ്ട് ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഒരു പരിധി വരെ അന്ന് തന്നെ പോയി. ഇതൊരു ഗൗരവമുള്ള സംഗതിയാണെന്ന് മനസ്സിലായി. ഒന്നും ഒരു കഴമ്പില്ലാതെ ഞാനന്ന് രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടും ഒരു വളരെ അഴിമതിയോ തട്ടിപ്പൊന്നും ഇല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടും ഇയാളെ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യം കാണും എന്ന് വിചാരിച്ചിട്ട് വന്നവരും ധാരാളമുണ്ട്. പിന്നീട് രോഗം മാറിയപ്പോൾ ആളുകൾ പിന്നെ പറഞ്ഞിട്ടാണ് പിന്നെ ആളുകൾ വരുന്നത്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. രോഗം മാറിയത് പറഞ്ഞിട്ടാണ് ഇന്നും വരുന്നത്. 42 കൊല്ലത്തിന് ശേഷവും നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിയത് മാറിയവർ പറഞ്ഞിട്ടോ അനുഭവസ്ഥർ പറഞ്ഞിട്ടോ ആണ്. തീർച്ചയായും അങ്ങനെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് ആദ്യകാലത്തെ പിന്നെ അലോപ്പതി ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ആയുർവേദം, സിദ്ധ ഇവരെല്ലാം ഇതിനെതിരാണല്ലോ. ഇപ്പൊ പോകരുതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് വേറെ എവിടെ പോയാലും പ്രകൃതിക്ക് പോകരുതെന്ന് പറയും അവര്, നാട്ടുകാരും പറയും. പക്ഷെ രോഗം മാറിയവരുടെ പ്രചരണം കൊണ്ട് വീണ്ടും ആളുകൾ വന്നിട്ടാണ് ഈ സ്ഥാപനം വളർന്നത്. 10 ബെഡിൽ നിന്ന് അത് അവിടെ തന്നെ 20 ബെഡായി.
30 പേരുടെയായിട്ട് ഞങ്ങൾ ഉണ്ടപ്പറമ്പിൽ 95-ൽ ഉണ്ടപ്പറമ്പിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. പിന്നെ 99-ൽ ഇവിടെ 2 ഏക്കർ സ്ഥലം മേടിച്ചു. 2006-ൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തു. അന്ന് പിന്നെ 50 പേര് ഇവിടെയും 30 പേര് അവിടെയായിരുന്നു, ഉണ്ടപ്പറമ്പിലായിരുന്നു. പിന്നെ അത് കോവിഡ് കാലത്ത് 2020 വരെ അവിടെ ഉണ്ടായിരുന്നു. 2020-ലാണ് അത് അവിടെ പിന്നെ ക്ലോസ് ചെയ്തത്, ലോക്ക്ഡൌൺ വന്നപ്പോൾ. അപ്പൊ അതിനിടയിൽ ഇവിടെ ഞങ്ങളുടെ ബിൽഡിംഗ് രണ്ടാമത്തെ തുടങ്ങിയിട്ട് അത് പിന്നെ ആ ലോക്ക്ഡൌൺ വന്നു. 2 കൊല്ലം കോവിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് താമസം വന്നുപോയി. ഇപ്പോഴാണ് ഇത് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എങ്കിൽ അതിന് ഒരു ഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സാർ ഒരു പ്രചാരകന്? കാരണം നമുക്ക് ഈ ഒരു ചികിത്സാ രീതി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതെ. അപ്പൊ അതിന് വേറെ എന്തൊക്കെ ബുദ്ധിമുട്ട്? ഇതിന് ആദ്യകാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ചില പ്രോത്സാഹനങ്ങൾ, ചില ഗ്രാന്റ്, ക്യാമ്പുകൾ നടത്താനുള്ള ഗ്രാന്റ്, പാവപ്പെട്ടവർക്ക് ഡയറ്റ് സബ്സിഡി, ഇങ്ങനെ ചില ഗ്രാന്റുകൾ തന്നിരുന്നു. അത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അവസാനത്തെ കൊല്ലം വരെ തന്നിരുന്നു. ഈ മോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അത് പിൻവലിച്ചത്. നാച്ചുറോപ്പതിക്ക് ഗ്രാന്റ് ഇവർ നിർത്തിക്കളഞ്ഞു. അത് പിന്നീട് ബന്ധപ്പെട്ടു ഞങ്ങൾ അതിനുവേണ്ടി നേരെ നിവേദനം കൊടുക്കുകയും അവരെ പറയാൻ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ നാച്ചുറോപ്പതിക്ക് കൊടുക്കാൻ നാച്ചുറോപ്പതിക്ക് എന്നല്ല, ഒരു സൗജന്യവും കൊടുക്കാൻ ഇവർ തീരുമാനിച്ചിട്ടില്ല. ഗ്യാസിന്റെ സബ്സിഡി ഉൾപ്പെടെ എല്ലാ സൗജന്യവും പോയില്ലേ. സൗജന്യങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ നയം. ആ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ആയേക്കാം അല്ലേ? അങ്ങനെ ആണെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇത് അവർ നിർത്തിക്കളഞ്ഞു. ഞങ്ങളുടെ നിവേദനങ്ങളൊന്നും പിന്നെ ഫലപ്രദമായിട്ടില്ല. ഞങ്ങളുടെ സംഘടനയുണ്ട്, ഇന്റർനാഷണൽ നാച്ചുറോപ്പതി ഓർഗനൈസേഷൻ. അതിന്റെ ഭാരവാഹികൾ പലരും BJP-ക്കാരാണ്. എന്നിട്ടും അവര് സമ്മർദ്ദം ചെലുത്തിയിട്ടും ഈ സംഭവം നടന്നിട്ടില്ല. ഇനിയെങ്കിലും തുടർന്ന് അങ്ങോട്ടേക്ക് ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നത് അവരെയും അവര് ഡയറ്റ് സബ്സിഡി തരികയാണെങ്കിൽ നമുക്ക് കുറെ സാധാരണക്കാർക്ക് കുറെ കൂടി ചുരുങ്ങിയ ചെലവിൽ ചികിത്സ കൊടുക്കാൻ കഴിയും. 10,000 രൂപ അവർ തരുന്നുണ്ടായിരുന്നു ക്യാമ്പുകൾക്ക്. അപ്പൊ നമുക്കൊരു 100 ആളെ സംഘടിപ്പിച്ച് ഉച്ചഭക്ഷണം കൊടുത്ത് ഗംഭീരമായ ക്ലാസ് എല്ലാം കൊടുത്ത് ക്യാമ്പ് നടത്താൻ കഴിയും. അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതെല്ലാം നിന്നുപോയി. അത് വളരെ നല്ലൊരു കൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ കേന്ദ്രമന്ത്രിമാരെ, ഇവൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരെ തന്നെ ഇതിന്റെ പ്രാധാന്യം, ഇപ്പൊ യോഗ എങ്ങനെയാണ് വേൾഡ് വൈഡ് അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെട്ടത്, ആ രീതിയിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ തുടരുന്നുണ്ട്. തീർച്ചയായും തുടരുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ സാറ് ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ സാറിന് എന്തു തോന്നുന്നു? സാറ് പുറകോട്ട് നോക്കണം, മുന്നോട്ട് നോക്കണം, എന്തു തോന്നുന്നു സാർ? ഈ നിലയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ അഭിമാനമാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഞങ്ങൾ ആത്മാ പ്രതിരോധ കേന്ദ്രം 10 കിടക്കയിൽ നിന്ന് 90 കിടക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് ശരി, 100 കിടക്കയാണ് ഉദ്ദേശിച്ചത്. ഒരു ഭാഗം 5 മുറി അവിടെ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. അതുകൂടെ പൂർത്തിയായാലും 100 പേരായി. അത് ശരി. അപ്പോൾ പ്രചാരണം നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് വരുന്നുണ്ട്. സമൂഹത്തിൽ ഒരുപാട് ക്യാമ്പുകൾ നടത്തുകയും അവയർനെസ് പ്രോഗ്രാംസ് നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ അതിൻ്റെതായ ഫലം സമൂഹത്തിലുണ്ട്. കുറെ ആളുകൾക്ക് ഇത് അറിയാം. എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറെ പേർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിയാം. അപ്പൊ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഒരു ഒരു ബിസിനസ്, വിദ്യാഭ്യാസവും ആരോഗ്യരംഗവും ബിസിനസ്സായി മാറിയ ഒരു സമൂഹമാണ് എന്നുള്ളത്. വൻകിട കുത്തകകൾ നമ്മുടെ ആശുപത്രികളിലെല്ലാം വിലക്ക് വാങ്ങി അവരുടേതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. നമ്മുടെ ബേബി മെമ്മോറിയൽ ആയാലും കിംസ് ആയാലും മിംസ് ആയാലും അത്തരം ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടേതായി ആക്കി മാറ്റുകയാണ്. ഒരു വലിയ സാമ്രാജ്യം, ചികിത്സയുടെ വലിയ സാമ്രാജ്യം അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പോയാൽ നമുക്ക് മോചനമില്ല. അപ്പൊ നമ്മൾ ശരിയായിട്ടുള്ള ഒരു ഭക്ഷണ രീതി സ്വീകരിക്കുക, ശരിയായിട്ടുള്ള വ്യായാമ രീതി സ്വീകരിക്കുക, ജീവിത ശൈലികൾ ആകാവുന്നത്ര ലളിതമാക്കുക. അങ്ങനെ ആയാൽ നമുക്ക് ഒരു നല്ല ജീവിതം പടുത്തുയർത്താൻ കഴിയും. ഇന്ന് കാണുന്ന രോഗങ്ങളിൽ 90% ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി തിരുത്തിയാൽ ഈ 90% രോഗങ്ങളെയും മാറ്റാൻ കഴിയും. തിരുത്താൻ ആരാ തയ്യാറാവേണ്ടത്? അവനവൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറായാൽ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഈ തെരുവുകളിലെല്ലാം വിൽക്കുന്ന ജങ്ക് ഫുഡുകൾ പരമാവധി ബഹിഷ്കരിക്കുക. പിന്നെ വിഷം, ഈ പ്രിസർവേറ്റീവ്സ് എന്ന ഓമനെ പോലെ അറിയപ്പെടുന്ന വിഷം ചേർത്താണ് ഭക്ഷണങ്ങളെല്ലാം. അങ്ങനെയുള്ള ഭക്ഷണങ്ങളാകാവുന്നത്ര ഒഴിവാക്കുക. പിന്നെ വ്യായാമം ചെയ്യുക, വെയിൽ കൊള്ളുക, ശുദ്ധമായി ധാരാളമായിട്ട് ശ്വസിക്കുക. അങ്ങനെ ഒരു ജീവിതശൈലി പടുത്തുയർത്തിയാൽ രോഗങ്ങളെ അതിജീവിച്ച് ആരോഗ്യമുള്ള തലമുറയെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. തീർച്ചയായും. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ വളരെ വിശദമായി തന്നെ ഈ നാച്ചുറോപ്പതിയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എന്ത് വേണം,
എന്ത് വേണ്ട എന്നുള്ളതിനെക്കുറിച്ചും അതോടൊപ്പം ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു ആശങ്കകൾ കൂടെ ഇവിടെ പങ്കുവെക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് പരമാവധി അല്ലാത്ത അല്ലെ ആഹാര രീതികൾ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഒപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത എക്സസൈസുകൾ, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ആരോഗ്യവാന്മാരായ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ എസ് കെ മാധവൻ തൻ്റെ 42 വർഷത്തെ അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ നിന്നുകൊണ്ടാണ് ഏതേത് രീതിയിലുള്ള ചികിത്സാ വിധികളാണ് ഓരോ രോഗിക്കും ആവശ്യമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നതും അതിനനുസരിച്ചുള്ള ഒരു ചികിത്സാക്രമം ഒരുക്കി കൊണ്ടുപോകുന്നതും. ഒരു പ്രകൃതി ചികിത്സാ പ്രചാരകൻ എന്ന രീതിയിൽ ഇന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ സാർ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷവാനാണ്. തുടക്കത്തിലുണ്ടായിരുന്ന എതിർപ്പുകളും മറ്റൊക്കെ സമൂഹത്തിൽ നിന്നുള്ള അവഗണനകളൊക്കെ തന്നെയും ഏറെക്കുറെ നീക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായി മാറിയെന്നല്ല. എന്നാലും ആൾക്കാരുടെ ഇന്ന് ഇവിടേക്കുള്ള ആ വരവ് കാണുമ്പോൾ തന്നെ ആ സ്വീകാര്യത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സാറിന് ഇനിയും തൻ്റെ ജീവിതകാലത്തിൽ ഒരുപാട് പേരെ സുഖപ്പെടുത്തുവാനും ഈ മറ്റ് പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഈ ഒരു ചികിത്സാ രീതി ഇനിയും നല്ല രീതിയിൽ പ്രചരിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം. ഓക്കെ, സന്തോഷം.